ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇന്ന് ഇവിടെ ഈ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയാണ് ഇപ്പം. അത് ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ ആയിരിക്കാം ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ചിലപ്പം എന്നെപ്പോലെ മറ്റൊരാളുണ്ടായിരിക്കാം. ഏതായാലും ഒരാൾക്ക് മാത്രമായിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിനി ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് ഒരാളെ പറ്റി മാത്രം വിമർശിച്ചു എന്നാർക്കും തോന്നരുത്. കാരണം നമ്മളിൽ ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ വരുന്നത്. അപ്പം വരുന്ന വരികളനുസരിച്ചല്ലേ എഴുതാൻ പറ്റൂ. അതുകൊണ്ടാണ് അപ്പം എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, തളരാത്ത കൺമണി എന്നാണ് ഞാൻ ഇതിനൊരു പേര് കൊടുത്തേക്കുന്നത്. അപ്പം അതിന് ആ പേര് ചേരൂല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അപ്പം എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞാനൊന്ന് പാടി നോക്കിയിട്ടൊന്നുമില്ല, എഴുതി അപ്പോഴേ ഞാൻ ചെയ്യാണ്. അവിടെ ഇവിടെയൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ സാധാരണ ഒരു കവിത എഴുതുമ്പോൾ നമ്മൾ 100 പ്രാവശ്യം വായിക്കുമ്പോൾ 100 മാറ്റങ്ങൾ നമുക്കതിൽ വരുത്താൻ തോന്നും. അപ്പം ഇത് ഞാൻ എഴുതി അപ്പോഴേയാണ്. അപ്പം എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വരികളിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. വിടരാൻ വെമ്പുന്ന പൂമൊട്ടവൾ വിടരാതെ കൊഴിയാൻ വിധി നൽകിയോ? സ്വപ്നങ്ങൾ കാണും പെൺകിടവ് അവൾ അമ്മയ്ക്കുമെന്നും പ്രിയമകളാ. വിടരാൻ വെമ്പും പൂമൊട്ടവൾ വിടരാതെ കൊഴിയാൻ വിധി നൽകിയോ? സ്വപ്നങ്ങൾ കാണും പെൺകിടവ് അവൾ അമ്മയ്ക്ക് എന്നും പ്രിയമാണവൾ. അച്ഛൻ്റെ മനസ്സിലെ റാണിയാണവൾ. തൻ്റെ പ്രിയ സോദരൻ്റെ ഗമയാണവൾ. അച്ഛൻ്റെ മനസ്സിലെ റാണിയാണവൾ. തൻ്റെ പ്രിയ സോദരൻ്റെ ഗമയാണവൾ. വളർന്നു നീ ആഗ്രഹത്തിനൊപ്പം നിന്നു നിന്നെയാക്കി നിൻ സ്വപ്നങ്ങൾക്കൊപ്പം. എവിടെ പിഴച്ചു നിൻ കാര്യത്തിൽ, എവിടെ നിന്നാഗ്രഹം പൊലിഞ്ഞുപോയോ? എവരും നൽകിയ വിധിയോ ദൈവം നൽകിയ വരദാനമോ? ഇന്നു നിൻ വേദന കാണുമ്പോൾ എവിടെ പിഴച്ചെൻ്റെ തീരുമാനം? അച്ഛൻ്റെ റാണിയാം മോളല്ലേ അമ്മതൻ പൊന്നു കൺമണിയല്ലേ? ചങ്കായി നിനക്കൊരു സോദരനില്ലേ? തളരാതെ മുത്തേ നീ ഉയരുക ഉയരുക വാനോളം. ആരുമേ കരം പിടിച്ചില്ലെങ്കിലും വീണു പോവരുതേ, നീ തളർന്നു പോവരുതേ. വിടരാൻ വെമ്പുന്ന മൊട്ടാണവൾ വിടരാതെ കൊഴിയാൻ വിധി നൽകിയോ? സ്വപ്നങ്ങൾ കാണും പെൺകിടാവ് അവൾ അമ്മയ്ക്കുമെന്നും പ്രിയമാണവൾ. അച്ഛൻ്റെ മനസ്സിലെ റാണിയാണവൾ. തൻ്റെ പ്രിയ സോദരൻ്റെ ഗമയാണവൾ. വിടരാൻ വെമ്പുന്ന മൊട്ടാണവൾ വിട
വിടരാതെ കൊഴിയാൻ വിധി നൽകിയോ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വരികൾ. അപ്പം എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.